ഹലോ, ഇന്ന് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ എങ്ങനെ കൊത്തു പൊറാട്ട റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കൊത്തു പൊറാട്ട ഒരുപാട് പേരുണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ആ സവാളയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. പൊറാട്ടയിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു കുറച്ചിരുന്നുള്ളിൽ ചേർത്താൽ മതി. പിന്നെ അത് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് 2 ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വരുന്ന രീതിയിലൊന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. ഞാൻ 3 പൊറാട്ട വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് 2 മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത്. ആ മുട്ട അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ പൊടിയായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ഏകദേശം ഒരു 10-20 സെക്കൻഡ് അങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. മെല്ലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിക്കോളും മുട്ട. ആ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മുട്ടയൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഷ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊറാട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പൊറാട്ടയാണല്ലോ എടുക്കുന്നത്. ആ 3 പൊറാട്ടയും നമുക്ക് ചെറിയ പീസായിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കത്രിക വെച്ചിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ഈ ഒരു ഇതിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് തന്നെ മിക്സായി വന്ന ശേഷമാണ് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഗ്രേവിയാണ്. ചിക്കൻ കറിയുടെ ഗ്രേവി ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു കൊത്തു പൊറാട്ടയ്ക്ക്. തട്ടുകടയിലെ കൊത്തു പൊറാട്ടയുടെ രഹസ്യം ഇതാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ ഗ്രേവി ആഡ് ചെയ്യുന്നതാണ് അതുണ്ടായ പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കൊത്തു പൊറാട്ടയ്ക്ക്. അതും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്താൽ സംഭവം ഉഷാറായി. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മല്ലിയിലാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഒരു മല്ലിയിലേക്ക് നിങ്ങൾ അവിടേക്ക് എന്താ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഈ ഒരു മല്ലിയിലേക്ക്. അത് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ലാസ്റ്റ് അങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനിയും ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.